ഇനി നീണ്ടു നിൽക്കുന്ന ഒരു തർക്കത്തിന്റെ ഇന്നത്തെ വാർത്തകൾ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. എറണാകുളം ബസലിക്ക തർക്കത്തിൽ ബസലിക്ക തുറക്കണമെന്നാവശ്യപ്പെട്ട് സിറിൽ വാസലിന് നിവേദനം സമർപ്പിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അശ്വതി നായർ ചേരുന്നു. അശ്വതി, വത്തിക്കാൻ പ്രതിനിധിയാണ് സിറിൽ വാസൽ. ഈ കുർബാന ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനായി എത്തിയതാണ്. അതടക്കം ഇപ്പോഴത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ അശ്വതി? അജിംഷാദ്, നമുക്കറിയാം കഴിഞ്ഞ ഒരു 8 മാസത്തോളമായി അടച്ചിട്ടിരിക്കുകയാണ് ബസലിക്ക. ഏകീകൃത കുർബാന തർക്കം സംബന്ധിച്ചാണ് ബസലിക്ക അടച്ചത്. ഏകീകൃത കുർബാന നടത്തുന്നിടം വരെ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമാകുന്നിടം വരെ കുർബാന നടത്തേണ്ടതില്ല ബസലിക്കയിൽ. എന്നാൽ ബസലിക്ക തുറന്ന് പ്രവർത്തിച്ചോളൂ, മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ എന്നൊക്കെ ഇതിനു മുൻപ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും ഈ തർക്കം തുടർന്നു പോകുന്നതിനെ സംബന്ധിച്ച് ബസലിക്ക തുറക്കാതെ ആവുകയായിരുന്നു. പിന്നീട് ഇതിന്റെ തർക്കം ഈ 8 മാസത്തോളം നീണ്ടു നിൽക്കുകയായിരുന്നു. മാർപ്പാപ്പ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ വിമത വിഭാഗത്തിൽപ്പെട്ട 5 വൈദികരുമായി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഇതിന്റെ ഈ പ്രശ്നം സമാധാനപരമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിറിൽ വാസിനെ ഇതിലേക്ക് നിയമിച്ചത്. ചർച്ചയ്ക്ക് ശേഷം ഈ വിമത വിഭാഗത്തിൽപ്പെട്ട 5 വൈദികരും ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗം വ്യക്തമാകും, അവരുടെ ഭാഗത്തിന് അനുസൃതമായ കാര്യങ്ങൾ തന്നെ നടപ്പിലാകുമെന്നൊക്കെ പ്രതീക്ഷ കൽപ്പിച്ചിരുന്നെങ്കിലും മാർ സിറിൽ വാസിന്റെ കത്ത് ഈ അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ഏകദേശം ഭൂരിഭാഗം പള്ളികളിലും വായിച്ചിരുന്നില്ല. കാരണം സമാധാനപരമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിലുപരി ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നതാണ് തന്റെ നിയമന ലക്ഷ്യമെന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഈ വിമത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ കത്തിനോട് ചൊടിപ്പുണ്ടാവുകയും ഈ കത്ത് വായിക്കാതെ ആവുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് സിറിൽ വാസിലിന് ബസലിക്ക തുറക്കുന്നത് സംബന്ധിച്ചുള്ള നിവേദനം നൽകുമെന്നതാണ്. അജിംഷാദ്.